ഇവിടെ ശ്രീ ശങ്കുട്ടി ദാസ്, ഒന്ന് സങ്കീർണമായ പ്രശ്നങ്ങളുണ്ട്, കേരളം അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളുണ്ട്. അതിപ്പോൾ കേരളം CPM-ഉം കേന്ദ്രം BJP-യും ഭരിക്കുന്നത് കൊണ്ട് മാത്രം എന്ന് ഞാൻ പറയില്ല. പക്ഷേ കേരളത്തെ സംബന്ധിച്ച് കേരളത്തിൻ്റെ സർക്കാരിന് സാമ്പത്തികമായ പരാധീനതകളും പ്രശ്നങ്ങളുമുണ്ട്. അതേസമയം തന്നെ നമുക്ക് കിട്ടാനുള്ളത് കിട്ടുന്നുണ്ടോ എന്ന പ്രശ്നം, അതിനാണ് ഈ കേന്ദ്ര വിരുദ്ധ സമരം ഫെബ്രുവരി 8-ാം തീയതി മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടക്കാൻ പോകുന്നത്. പണ്ട് EMS ഭരണവും സമരവും എന്ന് പറഞ്ഞതുപോലെ പിണറായി വിജയനും ഭരണവും സമരവും ഒരുമിച്ച് നടത്തുകയാണ്. ഞാനിപ്പോൾ നേരത്തെ ഈ കാര്യം പറഞ്ഞു വന്നപ്പോൾ സൂചിപ്പിച്ച ശ്രീ പ്രകാശ് മാഷ് സൂചിപ്പിച്ച ഒരു കാര്യത്തിൽ നിന്ന് തുടങ്ങാം. അപ്പോൾ ഡിവിസിബിൾ പൂളിൽ നിന്നുള്ള വിഹിതത്തെക്കുറിച്ച് പറഞ്ഞല്ലോ. കേരളം 1 രൂപ കേന്ദ്രത്തിന്, അല്ലെങ്കിൽ കേരളത്തിൽ നിന്ന് 1 രൂപ നികുതി പിരിക്കുമ്പോൾ തിരിച്ചു കിട്ടുന്നത് 25 പൈസയാണ്. അപ്പോൾ ആന്ധ്രാപ്രദേശിന് അത് 67 പൈസയാണ്, കർണാടകയ്ക്ക് 47 പൈസയാണ്, അതേസമയം ബീഹാറിന് 96 പൈസയാണ്, ഉത്തർപ്രദേശിന് 1 രൂപ 79 പൈസയാണ്. 1 രൂപയ്ക്ക് ആനുപാതികമായി തിരിച്ചു കിട്ടുന്ന പണം അല്ലെങ്കിൽ തിരിച്ചു കിട്ടുന്ന ആനുകൂല്യം എന്നുള്ള നിലയിൽ ശരിയാണ്. ഇവിടുത്തെ ജനസംഖ്യയിലെ മികച്ച പ്രവർത്തനം, അതുപോലെ തന്നെ മറ്റ് സാമൂഹ്യ ഘടകങ്ങൾ, ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് ഉയർന്നത്, ഇതൊക്കെ അതിൽ ഘടകമാകാം. പക്ഷേ നമ്മൾ നന്നായി പെർഫോം ചെയ്തു എന്നുള്ളതിന്റെ പേരിൽ പണിഷ് ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം കേരളത്തിന് മാത്രമല്ല, തമിഴ്നാട്ടിന്റെ ധനമന്ത്രിയായിരുന്ന PTR അത് ഈ അടുത്ത് ചൂണ്ടിക്കാണിച്ചിരുന്നു മുമ്പ്. അപ്പൊ ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ട്. അതിനെ കേവല രാഷ്ട്രീയത്തിന്റെ തട്ടിൽ മാത്രം അളക്കാൻ കഴിയില്ലല്ലോ. നോക്കൂ, നിങ്ങൾ ഈ പറയുന്ന ഗ്രാൻഡിന്റെ അടിസ്ഥാന സങ്കല്പത്തെ തന്നെ നിഷേധിക്കുന്ന ഒരു കാര്യമാണ്. അതായത് ജനസംഖ്യയുടെ അടിസ്ഥാനത്തിലാണ് ഓരോ സംസ്ഥാനങ്ങൾക്കുള്ള ഗ്രാൻഡുകൾ നിശ്ചയിക്കപ്പെടുന്നത്. ഇപ്പോൾ ഈ 15-ാം ധനകാര്യ കമ്മീഷൻ വന്നപ്പോൾ ഈ പറഞ്ഞ പ്രകാശൻ മാസ്റ്റർ പറഞ്ഞ നരേന്ദ്രമോദി റീമോഡൽ ചെയ്തിട്ടുള്ള നീതി ആയോഗ് വന്നപ്പോഴാണ് ഈ 41% വിതരണം തുടങ്ങിയതെന്ന് നമ്മൾ ആലോചിക്കണം. 10-ാം ധനകാര്യ കമ്മീഷന്റെ കാലഘട്ടത്തിൽ 16% മാത്രമായിരുന്നു സംസ്ഥാനങ്ങൾക്ക് ഇതിൽ നിന്ന് റിട്ടേൺസ് കിട്ടിയിരുന്നത്. ഇപ്പം 41% കിട്ടുന്നുണ്ട്. 41%-ൽ ഓരോ സംസ്ഥാനത്തിന്റെ വിഹിതം നിശ്ചയിക്കുന്നത് അവരുടെ ജനസംഖ്യയുടെ അടിസ്ഥാനത്തിലാണ്. 1980-കളിൽ ഇത് കൊടുത്തിരുന്നത് 1971-ലെ സെൻസസിന്റെ അടിസ്ഥാനത്തിലുള്ള കണക്കിലാണ്. അന്ന് കേരളത്തിന്റെ ഇന്ത്യയിലുള്ള മൊത്തം ജനസംഖ്യയുടെ കേരള ജനസംഖ്യ എന്ന് പറയുന്നത് 3.87%. അപ്പോൾ നികുതി വിഹിതത്തിൽ കേരളത്തിന് 3.87% അർഹതയുണ്ടായിരുന്നു. എന്നാൽ 2011-ലെ സെൻസസ് വന്നു കഴിഞ്ഞപ്പോൾ കേരളത്തിന്റെ ജനസംഖ്യ എന്ന് പറയുന്നത് ഇന്ത്യയുടെ ആകെ ജനസംഖ്യയുടെ 3.877 ഇല്ല. അപ്പോൾ അത്ര തന്നെ കൊടുക്കണമെന്ന് പറയാൻ സാധിക്കില്ല. അപ്പോൾ ഞങ്ങൾ ജനസംഖ്യാ നിയന്ത്രണം വളരെ കാര്യക്ഷമമായി നടപ്പാക്കിയത് കൊണ്ടാണ് ഞങ്ങൾക്ക് ജനസംഖ്യ കുറഞ്ഞത്, അതിൻ്റെ പേരിൽ ഞങ്ങൾ ശിക്ഷിക്കരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗ്രാൻഡിൻ്റെ സങ്കല്പം പോയി. നിങ്ങൾ നോക്കൂ, ഈ റിസർവേഷനിൽ തന്നെ ക്രീമി ലെയർ എന്ന് പറയുന്ന ഒരു സങ്കല്പമുണ്ട്. ഒരു വിഭാഗത്തിന് നിരന്തരമായിട്ട് ഈ റിസർവേഷൻ്റെ ആനുകൂല്യങ്ങൾ അനുഭവിച്ച് അവർ ഈ പറയുന്ന സാമൂഹ്യ അവശതയിൽ നിന്ന് പുറകോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നീട് അവർക്ക് റിസർവേഷൻ ഇല്ല. കാരണം അവർ ആ പരിധി കടന്നുപോയി. അപ്പം ഞങ്ങൾ നന്നായതിൻ്റെ പേരിൽ ഞങ്ങളെ ശിക്ഷിക്കുകയാണോ, ഞങ്ങളുടെ സംവരണം ഒഴിവാക്കുകയാണോ എന്ന് ചോദിക്കരുത്. ഇത് അവശരായിട്ടുള്ള കൂടുതൽ സംരക്ഷണമുള്ള ആവശ്യമുള്ള ആളുകൾക്ക് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പദ്ധതി. ഇവിടെ ജനസംഖ്യയുടെ 5% സംസ്ഥാനത്തിന് അത്രയും ജനങ്ങൾക്ക് കിട്ടേണ്ട വിഹിതം അത്രയും ജനങ്ങളില്ലാത്തൊരു സംസ്ഥാനത്തിന് കൊടുക്കാൻ സാധിക്കുമോ? അപ്പം നിലവിൽ പണ്ട് കാലഘട്ടങ്ങളിൽ കിട്ടിയിരുന്നതിനേക്കാൾ കൂടുതൽ പണമാണ് ഇപ്പോൾ കേരളത്തിന് കിട്ടുന്നത്. റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡിൻ്റെ മാത്രം കാര്യം ഞാൻ പറയാം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡ് കിട്ടിയത് കേരളത്തിലാണ്. 45,000 കോടി രൂപയാണ് കേരളത്തിന് റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡ് കിട്ടിയത്. ഇന്ത്യയിൽ മറ്റേത് സംസ്ഥാനത്തേക്കാൾ കൂടുതലാണ്. ഈ പറയുന്ന നികുതി വിഹിതം എടുത്തു കഴിഞ്ഞാൽ ഈ പറയുന്ന 3.87% വീതം കിട്ടിയിരുന്ന കാലഘട്ടത്തിൽ 1985-ൽ 10-ാം ധനകാര്യ കമ്മീഷന്റെ കാലഘട്ടത്തിൽ കേരളത്തിന് ആകെ കിട്ടിയിട്ടുള്ള നികുതി വിഹിതം 6,800 കോടി രൂപയാണ്. എന്നാൽ ഇപ്പോഴോ ഈ പറയുന്ന 3.87% ഇല്ലാത്ത കാലഘട്ടത്തിൽ കേരളത്തിന് കിട്ടിയത് 2020-2021 കാലഘട്ടത്തിൽ മാത്രം 39,991 കോടി രൂപയാണ്. നമ്മുടെ GDP അതിന്റെ സൈസ് വളർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ GSDP ഓരോ സ്റ്റേറ്റിന്റെയും വളർന്നുകൊണ്ടിരിക്കുകയാണ്. റവന്യൂ മൊത്തം പിരിക്കുന്ന റവന്യൂ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന്റെ ആനുപാതികമായി നമ്പർ കൂടും. അതിന്റെ ഷെയർ ആണല്ലോ നമ്മളെ സംബന്ധിച്ച പ്രശ്നം. ഞാൻ പറയുന്നത് ഓരോ കാലഘട്ടത്തിലും ഓരോ സംസ്ഥാനത്തിൻ്റെ എലിജിബിലിറ്റി അളക്കുന്നതിന് കൃത്യമായിട്ടുള്ള മീറ്റേഴ്സ് ഉണ്ടല്ലോ. 1971-ലെ സെൻസസിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ 2021-ൽ നമ്മൾ ഈ പറയുന്ന വിഹിതങ്ങൾ വീതിക്കാൻ സാധിക്കുമോ? ഓരോ കാലഘട്ടത്തിൽ അതാത് കാലഘട്ടത്തിൻ്റെ യാഥാർത്ഥ്യങ്ങൾക്കനുസരിച്ച് ഈ മീറ്റേഴ്സ് പുനർനിശ്ചയിക്കണ്ടേ? ആ മീറ്റർ പുനർനിശ്ചയിക്കുമ്പോൾ നിങ്ങൾ പറയുകയാണ് പണ്ട് ഞങ്ങൾക്ക് ഇത്ര കിട്ടിയിരുന്നു. പക്ഷെ നിങ്ങൾക്ക് എത്രയാണ് കിട്ടിയിരുന്നത്? അന്ന് ആകെ 16% സംസ്ഥാന വിഹിതം. ആ സംസ്ഥാന വിഹിതത്തിൽ നിന്നാണ് നമുക്ക് 3.87 കിട്ടിയിരുന്നത്. ഇന്ന് 41% സംസ്ഥാനങ്ങൾക്ക് വീതിച്ചു കൊടുക്കുന്നത്. അതിൽ നിന്നാണ് ജനസംഖ്യാപരമായിട്ടുള്ള സംഖ്യ നമുക്ക് കിട്ടുന്നത്. അത് തന്നെ വളരെ വലിയ സംഖ്യയാണെന്നുള്ള വസ്തുത നമ്മൾ മറച്ചു വയ്ക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമ്മളിപ്പോ അവിടെ ശങ്കു ഇപ്പൊ കേരളത്തിൽ നിന്ന് കിട്ടുന്ന റവന്യൂ എന്ന ആംഗിൾ കൂടി ഉണ്ടല്ലോ. അവിടെയാണ് ഡീകമ്പോസിഷൻ ഓഫ് FFC ട്രാൻസ്ഫേഴ്സ് ടു സ്റ്റേറ്റ്സ്. ഇത് മിനിസ്ട്രി ഓഫ് ഫിനാൻസിന്റെ കണക്കാണ്. ഹൗ മച്ച് ഈച്ച് സ്റ്റേറ്റ് ഗെറ്റ്സ് ബാക്ക് ഫോർ എവറി റുപ്പി ഗിവൺ ടു ഡൽഹി. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ
ഉത്തർപ്രദേശിന് ₹1.79 കിട്ടുമ്പോൾ കേരളത്തിന് 25 പൈസയെ കിട്ടുന്നുള്ളൂ. നമ്മൾ ₹1 അങ്ങോട്ട് കൊടുക്കുമ്പോൾ തിരിച്ചു കിട്ടുന്നത് 25 പൈസയാണ് എന്നുള്ളത് ശരിയാണ്. ഇവിടുത്തെ സാമൂഹ്യ സാഹചര്യം മെച്ചമാണെന്നുള്ള ന്യായം പറയാം. അവിടെ ഒരു അനീതി ഉണ്ട് എന്ന് പറഞ്ഞുകൂടെ? ഇല്ല സാർ, അതിലൊരു വ്യത്യാസമുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ GST എന്ന് പറയുന്ന സംവിധാനം ഏർപ്പെടുത്തിയപ്പോൾ ആദ്യം തന്നെ വിഹിതത്തിൽ 50% സംസ്ഥാനങ്ങൾക്ക് കിട്ടുകയാണ്. അങ്ങ് ₹1 കിട്ടുമ്പോൾ എന്ന് പറയുമ്പോൾ പണ്ടത്തെ കണക്കിൽ ₹2 കിട്ടിയിരുന്ന കാര്യമാണിത്. ₹2 ₹1 ആദ്യമേ കേരളത്തിന് കിട്ടി. ബാക്കിയുള്ള ₹1 41 പൈസ കേന്ദ്രം സംസ്ഥാനങ്ങൾക്ക് തന്നെ വീതിച്ചു കൊടുക്കുന്നു. ബാക്കി ₹59 കേന്ദ്രം അതിന്റെ ചെലവുകൾക്ക് വെക്കുന്നു. ഈ 41 പൈസയിൽ നിന്ന് വീണ്ടും 3.5% സംസ്ഥാനത്തിന്റെ ജനസംഖ്യയുടെ അടിസ്ഥാനത്തിലുള്ള ശതമാനം സംസ്ഥാനത്തിന് കിട്ടുന്നു. ഒരു ശതമാനം ഇപ്പൊ 1.9. ശരി, ഇപ്പൊ 2% പുതിയ ജനസംഖ്യ കണക്ക് പ്രകാരമുള്ള സംഖ്യ അത് പ്രകാരമുള്ളത് കിട്ടുന്നു. പക്ഷേ ₹1 നമുക്ക് ആദ്യമേ കിട്ടിയിട്ടുണ്ട്. ഈ പറയുന്ന GST എന്നൊരു സ്ട്രക്ചർ വന്നപ്പോൾ പകുതി സംഖ്യ മൊത്തം എന്താ പറയുക ടാക്സിന്റെ പകുതി സംസ്ഥാനങ്ങൾക്ക് ആദ്യമേ കിട്ടുന്ന ഒരു പ്രൊവിഷൻ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഇത് മുന്നേ ഉണ്ടായിരുന്നില്ല. സംസ്ഥാനങ്ങൾക്ക് അധികാരം ഇവിടെ നമുക്ക് നികുതി ഉണ്ടായിരുന്നില്ലേ? വാറ്റ് ഉണ്ടായിരുന്നില്ലേ? വാറ്റില്ലാതെ വാല്യൂ ആഡഡ് ടാക്സ് ഉണ്ടായിരുന്നു അന്ന്. അപ്പൊ സ്വാഭാവികമായിട്ടും സംസ്ഥാനത്തിന് നികുതി നിശ്ചയിക്കായിരുന്നു. GST ആക്കിയപ്പോ ഇതൊന്നും ഔദാര്യമല്ലല്ലോ. നോക്കൂ, വാറ്റ് നിർത്തലാക്കിയപ്പോൾ സംസ്ഥാനം നികുതി ചുമത്തുന്ന ഐറ്റങ്ങൾ ഇല്ലാതായപ്പോഴാണ് അതിന് പകരമായിട്ട് GST കോമ്പൻസേഷൻ എന്ന് പറയുന്ന ഏർപ്പാട് കൊണ്ടുവന്നത്. ഈ പറയുന്ന GST ആക്ട് പ്രഖ്യാപിച്ചിട്ടുള്ള 2017 തന്നെ GST കോമ്പൻസേഷൻ 5 കൊല്ലത്തേക്ക് നിശ്ചയിച്ചിട്ടുള്ളതാണ്. ഓരോ കൊല്ലത്തും കേരളത്തിന് ഈ പറയുന്ന 2023 ഫെബ്രുവരി മാസത്തോടു കൂടി GST കോമ്പൻസേഷൻ പൂർണ്ണമായിട്ട് കിട്ടിബോധിച്ചിട്ടുണ്ട്. GST ആക്ട് നടപ്പാക്കിയപ്പോൾ തന്നെ പറഞ്ഞിരുന്ന കാര്യമാണ് 5 കൊല്ലങ്ങൾക്കുള്ളിൽ ഈ നികുതി വരുമാനത്തിലുള്ള അന്തരം തീർക്കാൻ വേണ്ട നടപടികൾ സംസ്ഥാനം സ്വീകരിക്കണം. ഒറ്റ കാര്യം കൂടി ഞാൻ പറയാം. ഇവിടെ പ്രകാശൻ മാസ്റ്റർ പറഞ്ഞു കടമെടുക്കുന്നതിൽ തെറ്റില്ല, എന്താണ് റിട്ടേൺസ് ഉള്ള കാര്യങ്ങളിൽ നിക്ഷേപിക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ താല്പര്യം എന്ന്. അങ്ങനെയല്ല കേരളത്തിൽ സംഭവിക്കുന്നത്. കേരളത്തിൽ കടം പെരുകുമ്പോൾ പോലും ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിൽ യാതൊരു തരത്തിലുള്ള ഇൻവെസ്റ്റ്മെന്റും ഉണ്ടാവുന്നില്ല. കേരളത്തിന്റെ ശരിക്കുള്ള സാമ്പത്തിക പ്രതിസന്ധി എന്താണെന്ന് വെച്ചാൽ കേരളത്തിന്റെ ഫിനാൻഷ്യൽ മോഡലിലുള്ള പ്രശ്നമാണ്. അതായത് കേരളത്തിന്റെ മൊത്തം എക്സ്പെൻഡിച്ചറിന്റെ 60% കേരളം സാലറിയും പെൻഷനുമായിട്ടാണ് കൊടുക്കുന്നത്. സംസ്ഥാനത്തിന്റെ ജനസംഖ്യയുടെ 10% പോലും ഇല്ലാത്തൊരു വിഭാഗം, അതായത് ഉദ്യോഗസ്ഥർ എന്ന് പറയുന്നൊരു വിഭാഗം, ആ വിഭാഗമാണ് മൊത്തം എക്സ്പെൻഡിച്ചറിന്റെ 60%. കഴിഞ്ഞ ദിവസം എനിക്ക് തോന്നുന്നു ഹിന്ദുവിലാണെന്ന് തോന്നുന്നു എങ്ങനെയാണ് ഗ്രീസ് തകർന്നത്, സാമ്പത്തിക പ്രതിസന്ധി എങ്ങനെയാണ് ഗ്രീസിൽ ഉണ്ടായത് എന്ന് പറയുന്നുണ്ട്. അത് അശാസ്ത്രീയമായിട്ടുള്ള എന്താണ് ശമ്പള പരിഷ്കരണം കൊണ്ടാണ് അത് സംഭവിച്ചതെന്ന് പറയുന്നുണ്ട്. എല്ലാ ഏജൻസികളും ഒരുപോലെ പറയുന്ന ഒരു കാര്യമാണ് കേരളത്തിന്റെ ഈ പറയുന്ന ശമ്പള പരിഷ്കരണ സംവിധാനം വളരെ അശാസ്ത്രീയമായിട്ടാണ് എന്നുള്ളത്. അപ്പൊ കേരളത്തിന്റെ ഈ ഫിസ്ക്കൽ മാനേജ്മെന്റ് പോളിസി തന്നെ അടിസ്ഥാനപരമായിട്ട് അൺസയന്റിഫിക് ആണ്. അതിലുള്ള ലാപ്സ് കൊണ്ടാണ് റിട്ടേൺസ് ഒന്നും ഉണ്ടാവുന്നില്ല. ചർച്ചയ്ക്ക് വിധേയമാണ്. മൂലധന ചെലവുകൾക്ക് വേണ്ടി കടമെടുക്കുക എന്ന് പറയുന്നതിനേക്കാൾ വ്യത്യസ്തമാണ് ഇതുപോലെയുള്ള മൂലധന ചെലവിന് റവന്യൂ ചെലവുകൾക്ക് വേണ്ടി കടമെടുക്കുക എന്നുള്ളത്. അത് ശരിയായ ഒരു കാര്യമാണ്.